കുറേ ദിവസമായിട്ട് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. വേറൊന്നുമല്ല, ഇൻഫിനിക്സ് നോട്ട് 60 പ്രോയുടെ റിവ്യൂ ആണ്. അതായത് ഞാൻ ഓർഡർ ചെയ്ത്, ഇത് എൻ്റെ സ്വന്തം ഫോണല്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ വാങ്ങിയ ഒരു ഫോണിൻ്റെ റിവ്യൂ ആണ് ഈ കാണിക്കാൻ പോകുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഓൺലൈനിലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഞങ്ങളെല്ലാവരും. കാരണം കാണുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് തന്നെ ഒരു iPhone 17 ഒരു ലുക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഞെട്ടി. കാരണം അതിനകത്ത് ഇങ്ങനൊരു സ്പീക്കറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ആ സ്പീക്കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം. ഇനി നമ്മുടെ ഫോണിൻ്റെ പ്രത്യേകത ആദ്യം പറയാം, അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു ശരി. സെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ iPhone 17 ആണെന്നേ പറയുള്ളൂ കേട്ടോ. ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ iPhone 17 എന്നല്ലാതെ വേറൊന്നും പറയത്തില്ല. ഐഫോണിൻ്റെ ഒരു കൊച്ചാപ്പയായിട്ടൊക്കെ വരും. പിന്നെ ഇതിന് 2 ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. പിന്നെ ആക്റ്റീവ് മാട്രിക്സ് ഡിസ്പ്ലേ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കും ഇത് അവൈലബിൾ ആണ് കേട്ടോ. അത് ഞാൻ ഓണാക്കിയതിന് ശേഷം, അതായത് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ടേക്കാം കേട്ടോ. അതുപോലെ ഇതിലെ സൈഡിലെ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്വിച്ചിൽ നമുക്ക് നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ അറിയാൻ പറ്റും. പിന്നെ ഐഫോണിലുള്ളത് മാതിരി തന്നെ ചാർജിങ്ങും അവൈലബിൾ ആണ് കേട്ടോ. ബാക്കിൽ ഡിസ്പ്ലേയിൽ ഫിംഗർ പ്രിൻ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ബാറ്ററി 6500 mAh-ൻ്റെതാണ്. അതുപോലെ തന്നെ ചാർജർ നമുക്ക് കിട്ടുന്നത് 90 mAh ചാർജർ ബോക്സും ആണ് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇതൊന്നും പോരാഞ്ഞിട്ട് 30 വാട്ടിൻ്റെ വയർലെസ് ചാർജറും കൂടി ബാക്കിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഈ സാധനം, ഇത് നമുക്ക് ബാക്കിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാം. ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാട്ടും അതുപോലെ എന്ത് വേണമെങ്കിലും, ഇപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിലും നമുക്ക് സ്പീക്കറിൽ, അതായത് നമുക്ക് ഈ സ്പീക്കർ വഴി നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. പോരാത്തതിന് ഈ സ്പീക്കർ നമുക്ക് അല്ലാതെ ബ്ലൂടൂത്ത് വഴിയും കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ വേറൊരു സ്മാർട്ട് ഫോണിനും ഇല്ലാത്ത വേറൊരു ഫ്യൂച്ചറും കൂടി ഇതിനുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിൽ, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. അതിൽ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ആപ്ലിക്കേഷൻസ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് യൂസ്